ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാത്സല്യമുള്ള അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ 32-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യ വാക്യം നമ്മൾ ധ്യാനിച്ചു. 11 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ധ്യാനവും പഠനവും അനുതാപവും രൂപാന്തരവും ആത്മസാക്ഷ്യവുമൊക്കെ നൽകുന്ന സന്ദേശങ്ങളുടെ ഒരു കലവറയാണ്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ എന്ന വാക്യം നാം കഴിഞ്ഞ ആഴ്ച അല്പം സമയമെടുത്ത് തന്നെ ധ്യാനിച്ചു. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാക്യങ്ങൾ വീണ്ടും നാം ധ്യാനിക്കുവാൻ ദൈവത്തിൽ സങ്കേതപ്പെടുകയാണ്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കാപഠ്യമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിൻ്റെ ചില ചിന്താധാരകൾ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ചു. യഹോവ അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യരും ആത്മാവിൽ കാപഠ്യമില്ലാതിരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. കാപഠ്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കേണ്ടതും നിർമ്മലരും നിഷ്കളങ്കരുമായിരിക്കേണ്ടതും സൃഷ്ടി എന്ന രീതിയിൽ നമ്മുടെ ഉത്തരവാദിത്വമാണ്. ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കപടമില്ലാത്ത അനുഭവമാണ്. ദൈവം മനുഷ്യനെ തികവുള്ളവനായി സൃഷ്ടിച്ചു. എന്നാൽ അവൻ തൻ്റെ ആലോചനയിലൂടെ ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് തിരുവചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാപഠ്യമെന്ന് പറയുന്നത് ഒരേ സമയം തൻ്റെ സൃഷ്ടാവിനോടുള്ള നന്ദികേടാണ്, തന്നോട് തന്നെയുള്ള നന്ദികേടാണ്, സമൂഹത്തോടുള്ള നന്ദികേടാണ്, ഭാവി സമൂഹത്തോടുള്ള നന്ദികേടാണ്. അപ്പോൾ കബളിപ്പിക്കലും കാപഠ്യങ്ങളും ഒരേ തലത്തിൽ തന്നെ മുൻപോട്ട് പോകുകയാണ്. ആത്മാവെന്ന് പറയുന്നത് നിർമ്മലതയുടെ ഭാഗമാണ്, നിഷ്കളങ്കതയുടെ ഭാഗമാണ്, സൗമ്യതയുടെ ഭാഗമാണ്. ആത്മാവിൽ കപടമുണ്ടാകാൻ പാടില്ല എന്ന് വെച്ചാൽ നിർമ്മലമായിരിക്കുന്ന സൗമ്യതയുടെ ഭാഗമായ നമ്മുടെ ആ ഇന്നർ സെൽഫ്, അതിൽ പോലും കാപഠ്യം കടന്നുകൂടും. ആത്മാവ് ദുരാത്മാവായി മാറും, ആത്മാവ് നിർമ്മലത ഇല്ലാത്തതായി മാറും, ദോഷം നിരൂപിക്കുന്നതായി മാറും. മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത്, ആത്മഭാവം എന്ന് പറയുന്നത്, ആ ഇന്നർ സെൽഫ് എന്ന് പറയുന്നത് നമുക്ക് വിലയിരുത്തുന്നതിനപ്പുറമാണ്. നമുക്ക് നമ്മുടെ ഇന്നർ സെൽഫിനെ പറ്റി വിലയിരുത്താൻ പറ്റത്തില്ല. ആത്മാവും മനസ്സുമൊക്കെ വിശുദ്ധിയുടെ ഭാഗമാണെന്ന് പറയുമ്പോൾ അകവും പുറവും ഒരുപോലെയായിരിക്കണം. ആത്മാവിൽ കപടമില്ലാത്തവൻ, കാപഠ്യമില്ലാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ ആത്മാവിൽ പോലും കപടം കടന്നു കൂടാനുള്ള അവസ്ഥകളുണ്ട്. ആത്മാവ് പോലും അശുദ്ധിവൽക്കരിക്കപ്പെടുന്ന ചില ഭാവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ചിന്തിക്കേണ്ടത്, സർവശക്തനായ ദൈവമേ, എൻ്റെ ആത്മാവ് മനസ്സൊരുക്കമുള്ളതാകണം. മനസ്സൊരുക്കമുള്ള ആത്മാവിനെ നീ എന്നിൽ സൃഷ്ടിക്കണം. ഒരുക്കമുള്ള ആത്മാവ്, സൗമ്യതയുടെ ആത്മാവ്, വിനയത്തിൻ്റെ ആത്മാവ്. ആത്മാവിൽ പോലും കപടം കടന്നു കയറിയ ലോകത്ത് നമ്മൾ പറയും, പഴയ കാലത്ത് പറയും, മുലപ്പാലിൽ പോലും വിഷാംശങ്ങൾ കടന്നുകൂടുന്ന ലോകത്ത് ഭക്ഷണ സംസ്കൃതി മാറി, സംസ്കാരങ്ങൾ മാറി, ആലോചനകൾ മാറി. അപ്പോൾ അങ്ങനെയൊക്കെ മാറുന്ന ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ നിർമ്മലതയും അനുഭവവും എന്താണെന്ന് നാം തിരിച്ചറിയണം. അതിന് കർത്താവിലേക്ക് തിരിഞ്ഞു നോക്കണം. യഥാർത്ഥ വിശുദ്ധി എന്തെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരണം. നമ്മളൊക്കെ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മളൊക്കെ. ദൈവം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. കപടമില്ലാതെ നിർമ്മലരായി അവൻ നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ അതിൽ വളരുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ശക്തിയിലും ബലത്തിലും മുൻപോട്ട് പോകേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്.
അതുകൊണ്ട് ആ പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. നിർത്തിയിടുക കളങ്കമറ്റേശോവേ കറയില്ലാതെന്നെ, നിർത്തിയിടുക കളങ്കമറ്റേശോവേ കറയില്ലാതെന്നെ. പളുങ്കുകടൽ തീര തിരുന്നു ഞാനെൻ്റെ മധുരഗാനാരേധാമതിലേറി ഗമിപ്പാൻ, മധുരഗാനാരേധാമതിലേറി ഗമിപ്പാൻ തേടി വന്നു ദോഷിയാമെന്നെയും നാഥ, തേടി വന്നു ദോഷിയാമെന്നെയും നാഥ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ ശക്തി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ചില ബലഹീനതകളുടെ അനുഭവം, അസ്വസ്ഥതകളുടെ അനുഭവം, അതിവേദനകളുടെ അനുഭവം സങ്കീർത്തനക്കാരൻ ഹൃദ്യമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. അത് വെറുമൊരു ഹൃദ്യത എന്നുള്ളതല്ല, മനസ്സ് പൊടിഞ്ഞുള്ള ചില സാക്ഷ്യമാണ്. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അതായത് സംസാരം പോലും നഷ്ടമാകുന്ന ചില അനുഭവമുണ്ട്, ശബ്ദമില്ലാത്ത ചില അനുഭവങ്ങളുണ്ട്, കാഴ്ചയില്ലാത്ത ചില അനുഭവങ്ങളുണ്ട്. പലപ്പോഴും പലരെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അവരൊത്തിരി നിശബ്ദരാണ്, അധികം സംസാരിക്കത്തില്ല, ആരോടും അധികം ചിരിക്കത്തില്ല, ഇൻട്രോവേർട്സാന്ന് പറയും. അവരങ്ങ് തങ്ങളിൽ തന്നെ ഒതുങ്ങി ജീവിക്കുന്നവരാണ്. ചിലർ എക്സ്ട്രോവേർട്സാണ്, അവർ അമിതമായി എല്ലാ കാര്യത്തിലും ഇടപെടുന്നവരാണ്. വെറുതെ പറന്നു പോകുന്ന ഏത് അസ്വസ്ഥതകളെയും ഗോവേണി വെച്ച് കയറി പിടിക്കുന്ന മനുഷ്യരുമുണ്ട്. അതായത് മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഓർത്തോണം, എങ്ങും സംസാരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ചിലരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. വാർദ്ധക്യം കൊണ്ടായിരിക്കും, ചിലപ്പോൾ കിടന്നു പോയതുകൊണ്ടായിരിക്കും. ഒരു ദിവസം ഒരു ഫോൺ കോൾ പോലും വരാത്തവരുണ്ട് നമ്മുടെ ഇടയിൽ. ആരോടും ഒരു ആശയങ്ങളും അഭിപ്രായങ്ങളും പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് ഭാര്യയ്ക്ക് ഭർത്താവിനോടൊന്നും പറയാൻ പറ്റത്തില്ല. അവൾ എന്ത് ആഹാര സാധനങ്ങൾ വെക്കണമെന്ന് പോലും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. ഭക്ഷണം പാചകം ചെയ്തു കഴിഞ്ഞാൽ ഒരു നല്ല വാക്ക് പറയാതെ കുറ്റപ്പെടുത്തുന്ന കുടുംബാംഗങ്ങൾ ധാരാളം. പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ഭവനങ്ങൾ പലപ്പോഴും ഒരു തടവറകളല്ലേ ചിലരെ സംബന്ധിച്ചിടത്തോളം. ആരോടും പറയാനില്ല, മാതാപിതാക്കളൊക്കെ പോയി, സഹോദരങ്ങൾ ആരുമില്ല. അടിമത്തത്തേക്കാൾ വലിയ അടിമത്തത്തിൽ ജീവിക്കുന്ന കുടുംബ സങ്കല്പമായിരുന്നു നമ്മുടെയൊക്കെ നാടുകളിലുള്ളത്, കുടുംബങ്ങളിലൊക്കെ ഉള്ളത്. പ്രിയപ്പെട്ടവരില്ല, സ്വന്തക്കളില്ല, കാണാൻ വരുന്നവരില്ല, സുഖം അന്വേഷിക്കുന്നവരില്ല. ചിലർ മക്കളെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടുന്നുണ്ട്. മരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നുണ്ട്, അപകടങ്ങൾ വരുന്നുണ്ട്, കടബാധ്യതകൾ വരുന്നുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചു പോയി. എന്ന് വെച്ചാൽ അസ്ഥി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശരീരത്തിനൊരു സ്ട്രക്ചർ കൊടുക്കുന്നതാണ് അസ്ഥി എന്ന് പറയുന്നത്. എന്നാൽ അസ്ഥികൾ പോലും ഞെരുക്കത്താൽ ക്ഷയിച്ചു പോകുക എന്ന് വെച്ചാൽ മറ്റ് അസുഖം കൊണ്ട് ക്ഷയിച്ചു പോകുക എന്നുള്ളതല്ല, അടിച്ചൊടിച്ചതുകൊണ്ട് ക്ഷയിച്ചു പോകുക എന്നുള്ളതല്ല, ഞെരുക്കം കൊണ്ട് അസ്ഥികൾ ക്ഷയിച്ചു പോകുക. യഥാർത്ഥത്തിൽ അതൊരു വലിയൊരു മെറ്റഫോറിക്കൽ എക്സ്പ്രഷനാണ് സങ്കീർത്തനക്കാരൻ അവിടെ വരുത്തുന്നത്. ഞെരുക്കം കൊണ്ട്, കണ്ണുനീര് കൊണ്ട്, മനോവധ കൊണ്ട്, ശാരീരിക പ്രയാസം കൊണ്ട്, അസുഖങ്ങൾക്കപ്പുറമായി അസ്ഥി ക്ഷയിച്ചു പോകുകയാണ്. ഇന്നത്തെ കാലത്ത് അസ്ഥി ക്ഷയിച്ചു പോകുന്ന, അസ്ഥി പൊടിയുന്ന ഒത്തിരി അസുഖങ്ങളുണ്ട്, ന്യൂറോ പ്രോബ്ലംസ് ഒത്തിരിയുണ്ട്. പ്രത്യേകിച്ച് നടക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. ഇത് അത്തരത്തിലുള്ള അസുഖങ്ങളെക്കുറിച്ചുമല്ല പറയുന്നത്, ഞെരുക്കം കൊണ്ട്, മിണ്ടാതിരുന്നുള്ള ഞെരുക്കം കൊണ്ട്, എല്ലാം മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ടുള്ള ഞെരുക്കം കൊണ്ട് അസ്ഥികൾ ക്ഷയിച്ചു പോകുകയാണ്.
പ്രിയമുള്ളവരെ, സമാധാനമായിട്ട് ഉറങ്ങണമെന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. എല്ലാ ഭാരങ്ങളും പ്രിയപ്പെട്ടവനെ നീ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. ജീവിതത്തിൽ ഒന്നും ആയില്ല എന്നുള്ളത് വ്യസനകരമാണ്. പരാജയങ്ങൾ ദുഃഖകരമാണ്. ഒറ്റപ്പെടൽ, ഭാരപ്പെടൽ, ഇതൊക്കെ അസഹനീയമാണ്. പക്ഷേ ഇതെല്ലാം കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറുകിയിരിക്കുന്ന അവസരം നെഞ്ചു പൊട്ടിപ്പോകും. ചിലപ്പോൾ തല മരച്ചു പോകും, തലവേദനയായി മാറും. നമ്മൾ പലതിനോട് ബന്ധപ്പെടുത്തി ജീവിക്കും. നാളെക്കുറിച്ച് ചിന്തിക്കും. നാളെ എന്തായിത്തീരും, മറ്റന്നാൾ എന്തായിത്തീരും, ഇതെങ്ങനെ കൊടുത്തു തീർക്കും, എൻ്റെ തലമുറ എന്തായിത്തീരും. ഭാരങ്ങൾ ഒത്തിരിയുണ്ട് പ്രിയപ്പെട്ടവരെ. അപ്പം ഭാരം കൊണ്ട്, മാനസിക ഭാരം കൊണ്ട്, നിശബ്ദതയുടെ ഭാരങ്ങൾ കൊണ്ട്, മിണ്ടാൻ ആരുമില്ലാതെ അസ്ഥി ക്ഷയിച്ചു പോകുന്ന അവസ്ഥ. ഒരുപക്ഷെ നമ്മളും നമ്മളുടെ സഹോദരങ്ങളുമൊക്കെ അങ്ങനെയുള്ളവർ കാണും. നമ്മളൊക്കെ പലപ്പോഴും ഇത് കേൾക്കുന്നവർ പല തരത്തിലുള്ളവരുണ്ട്. ജിമ്മിലൊക്കെ പോയി ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നവരുണ്ട്, ഉറക്കം കൂടിപ്പോയവരുണ്ട്. അതിന് ബദലായി ഉറക്കമില്ലാത്തവരെ ഓർക്കണം, ആരോഗ്യമില്ലാത്തവരെ ഓർക്കണം, മനസ്സമാധാനമില്ലാത്തവരെ ഓർക്കണം. അതായത് ഒരു മനുഷ്യൻ്റെ മാനസിക പീഡകളെക്കുറിച്ച് ഇതിനേക്കാൾ അപ്പുറമായിട്ട് ഇനിയും വിശദീകരിക്കാനില്ല. അത് ചിന്തകന്മാർക്കോ കവികൾക്കോ ചിന്തിക്കുന്നതിനപ്പുറമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സങ്കീർത്തനക്കാരൻ എഴുതി വച്ചേക്കുക. മിണ്ടാതിരുന്ന നിത്യമായ ഞരക്കം കൊണ്ട് അസ്ഥികൾ ക്ഷയിച്ചു പോയി. ഈ ക്ഷയിച്ചു പോയ അസ്ഥികൾക്കൊക്കെ ഒരു ഉന്മേഷം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഈ ക്ഷയിച്ചു പോയ മാനസിക ഭാവങ്ങൾക്ക് ഒരു പ്രത്യാശ ഉണ്ടായേ പറ്റത്തുള്ളൂ. മിണ്ടാൻ ആരെങ്കിലും വേണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്നെ വിളിക്കാനും മിണ്ടാനും ആരുമില്ലെങ്കിൽ നീ പ്രാർത്ഥനാപൂർവ്വം ദൈവത്തോട് സംസാരിക്കുക. ഏകാന്തതയിലിരുന്ന് സംസാരിക്കുക. ദൈവം നിന്നോടുകൂടി ഉണ്ട്. നിൻ്റെ കിടക്കപ്പായിൽ കിടന്നുകൊണ്ട് സംസാരിക്കുക. എണീറ്റ് നടക്കാൻ വയ്യായെങ്കിൽ തന്നെയും മനോഹരങ്ങളായ പാട്ടുകൾ കൊണ്ട് ദൈവത്തോട് സംസാരിക്കുക. ചില നല്ല പാട്ടുകളൊക്കെ കേൾക്കണം, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കണം, ചിലരുടെ അനുഭവങ്ങൾ ധ്യാനിക്കണം. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ചില പ്രയാസങ്ങൾ കണ്ണുനീരായിട്ടങ്ങ് പോകും. ചിലർക്ക് കണ്ണുനീരേ ഇല്ല, ഒരു പെയിൻ ലുക്കിങ്, തുറിച്ചു നോട്ടമാണ്, ഭീതിപ്പെടുത്തുന്ന നോട്ടമുള്ള പലരുമുണ്ട് നമ്മുടെ ഇടയിൽ. ഇതൊക്കെ ഒരു മാനസിക വൈകല്യത്തിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകിച്ച് ഓർത്തുകൊള്ളണം. പ്രത്യേകിച്ച് നമ്മളുടെ വലിയ ദൗത്യം, ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഓർത്തോണം, ഭക്ഷണമില്ലാതിരിക്കുന്നവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നവരുണ്ട്, അനാഥാലയങ്ങളിൽ അനാഥരെ നോക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവർക്ക് സമ്പത്ത് കൊടുക്കുന്നവരുണ്ട്, വിദ്യാഭ്യാസം കൊടുക്കുവാൻ വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, വസ്ത്രം കൊടുക്കുന്നവരുണ്ട്, വീട് വെച്ച് കൊടുക്കുന്നവരുണ്ട്. ഇതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള മിണ്ടാനില്ലാതിരിക്കുന്ന, ആരുമില്ലാതിരിക്കുന്ന ചിലരോട് മിണ്ടാനും കുറേ പേര് വേണം. ഈ ലാഫിംഗ് തെറാപ്പിയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. ചിലരെയൊക്കെ ചിരിപ്പിക്കണം പ്രിയമുള്ളവരെ. ഇക്കിളിട്ടാൽ പോലും ചിരിക്കാത്ത മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചിലർ പറയുന്നത് കേൾക്കണം. അതായത് നമ്മൾ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട, മറ്റൊന്നും ചെയ്യണ്ട, അവർ പറയുന്നതൊന്ന് കേട്ടാൽ മതി. അവരുടെ ഞെരുക്കം അങ്ങ് ഇറക്കി വെക്കട്ടെ. അവർക്കറിയാം നമ്മളോട് കൂടുതൽ പറഞ്ഞതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അവർക്കൊന്നും കിട്ടത്തില്ലെന്നറിയാം. പക്ഷെ അതെങ്കിലും ഒന്ന് പറയണം. നമ്മളൊക്കെ ഇന്ന് പള്ളികളിൽ പോകും, പ്രാർത്ഥനായോഗങ്ങളിൽ പോകും, സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കും. പക്ഷേ കേൾക്കപ്പെടേണ്ടവൻ്റെ വാക്ക് കേൾക്കാനെന്ന് ആരുമില്ല. സംസാരിക്കേണ്ടവനോട് സംസാരിക്കാൻ ആളില്ല. ഒരു പാട്ടിന് ഈരടിയായി പാടാൻ, ഹൃദയവേദനയുടെ ഗാനങ്ങൾക്ക് ആശ്വാസത്തിൻ്റെ ഈരടികൾ പാടിക്കൊടുക്കാൻ ഇന്ന് ആരുമില്ല. സമാധാനമില്ലാത്തവന് സന്തോഷമുണ്ട്, ജീവിതമുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് ആരുമില്ല. അതാ നമ്മുടെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നിങ്ങൾ ഞാനുമൊക്കെ ചിന്തിച്ചോണം, ജീവിതത്തിൽ ഏറ്റവും നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന അവസരത്തിൽ, രക്ഷപ്പെടാനില്ല എന്ന് ചിന്തിക്കുന്ന അവസരത്തിൽ ഇരുന്നു കൊണ്ട് ചില വലിയ സ്വപ്നങ്ങൾ കാണാൻ പോകുമ്പോൾ ഒന്നും നടക്കത്തില്ല. ആ സമയത്ത് ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കും. നമ്മൾ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോൾ ആ സമയത്ത് എടുക്കുന്ന തീരുമാനങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട്. തീരുമാനങ്ങൾ ഉറപ്പിക്കുന്നത്, ലക്ഷ്യങ്ങൾ രൂപപ്പെടുത്തുന്നത്, ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് നിരാശപ്പെട്ട് തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ മാത്രമല്ല, അതിൽ നിന്ന് ശക്തി പ്രാപിച്ചുയരണം. നാം വീണ് കിടക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് പെട്ടെന്ന് എണീറ്റ് പറക്കാനുള്ളൊരു ശക്തിയല്ല, ഓടാനുള്ള ശക്തിയല്ല, മറിച്ച് എണീറ്റ് നിൽക്കാനുള്ള ശക്തിയാണ്. ആ എണീറ്റ് നിൽക്കാനുള്ള ശക്തിയായി ആരുടെയെങ്കിലുമൊക്കെ കരതലങ്ങളൊക്കെ വേണം.
ആരുടെയെങ്കിലുമൊക്കെ പിന്തുണ വേണം. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങണം, അതിനുവേണ്ടി സന്തോഷപൂർവ്വം ഒരുങ്ങണം, അതിനുവേണ്ടി ദൈവസന്നിധിയിൽ സമർപ്പിക്കണം. ആ വാചകം ഒരിക്കലൂടി ഞാൻ പറയട്ടെ. മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ അസ്ഥികൾ ക്ഷയിച്ചുപോയി. അസ്ഥികൾ പോലും ക്ഷയിക്കത്തക്ക രീതിയിലുള്ള ഞരക്കങ്ങളും നിശബ്ദതയുടെ വലിയ മതിൽക്കെട്ടുകളുമുണ്ടെങ്കിൽ അത്തരക്കാരെ നമ്മൾ കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഫോണൊക്കെ എടുത്ത് നമ്മൾ ഓർത്തോണം, യൂട്യൂബും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതിൻ്റെയൊക്കെ ഇടയ്ക്ക് ചിലർക്കൊക്കെ ഒരു മെസ്സേജെങ്കിലുമൊക്കെ ഒന്നിടണം. സുഖമായിരിക്കുന്നോ എന്നെങ്കിലും, ജീവനോടുണ്ടോ എന്നെങ്കിലുമൊക്കെ ഒന്ന് അറിയണം. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒരു ഫോൺ കോളൊക്കെ വിളിക്കണം. പ്രയോജനമുള്ളവർക്ക് മാത്രമല്ല. ചിലർ പറയും ചില ഫോൺ കോളുകൾ വരുമ്പോൾ ബാധ്യതയായി, സമാധാനം തരത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവനെ ഒരു കാര്യം, പ്രിയപ്പെട്ടവളെ ഒരു കാര്യം ഓർത്തോണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി വിളിച്ചാൽ ഒരുപക്ഷെ നമുക്ക് ബാധ്യതയെന്നൊക്കെ തോന്നിയേക്കാം. ചിലപ്പോൾ അവർ നമുക്ക് മറ്റു ഉപദ്രവികളൊന്നുമല്ല, അവർ കുറേ സംസാരിക്കുമായിരിക്കും. അവർക്കൊരൊറ്റ കാര്യം മതി, എന്തെങ്കിലും ഒരു സംസാരം മതി. ദൈവം കാത്തുകൊള്ളുമെന്നൊരു വാക്ക് പറഞ്ഞാൽ തന്നെ അവർക്കൊരു സന്തോഷമാണ്. വിഷമിക്കണ്ട എന്ന് പറഞ്ഞാലേ കുഴപ്പമില്ല, വിഷമിക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെ ആശ്വാസമാണ്. അവിടെ വലിയ ഫിലോസോഫിയും തിയോളജിയും ഒന്നും നമ്മൾ വിളമ്പേണ്ട കാര്യവുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മെ വിളിക്കുന്ന ചിലരെ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ നാളെ നമ്മളെ വിളിക്കാൻ ആരും കാണത്തില്ല. ഇന്ന് നാം അതിവേഗത്തിൽ ഓടി നടക്കുമ്പോൾ ഉറുമ്പിനെ പോലെ ഇഴഞ്ഞു പോകുന്നവരുണ്ട്. അട്ടയ്ക്ക് സമാനമായി ഭൂമിയിലേക്ക് അടിച്ചമർത്തപ്പെട്ടവരുണ്ട്. അത്തരക്കാരോടൊക്കെ പ്രത്യേക സഹാനുഭൂതി കാണിക്കണം. അസ്ഥി തളരത്തക്ക രീതിയിൽ പ്രിയപ്പെട്ടവരെ അവരൊക്കെ നൊമ്പരം അനുഭവിക്കുകയാണ്, വേദനകൾ അനുഭവിക്കുകയാണ്. വീണ്ടും പറയുന്നു, രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു, എൻ്റെ ശക്തി വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. സങ്കീർത്തനക്കാരൻ അതിന് വീണ്ടും ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ്. സർവശക്തനായ ദൈവമേ, ഞാൻ ഇത്രമാത്രം നിത്യമായ ഞരക്കത്തിലായിരുന്നത്, എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയത് നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നത് കൊണ്ടാണ്. എൻ്റെ ശക്തി വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ദൈവത്തിൻ്റെ കൈ നമ്മളുടെ മേൽ ആവസിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മളൊക്കെ. ദൈവം നമ്മളെ തൊട്ടനുഗ്രഹിക്കണമെന്ന് ചിന്തിക്കുന്നവരാ നമ്മൾ. പക്ഷേ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അത് നമ്മളെ ചില പുനർവിചിന്തനങ്ങളിലേക്ക് നയിക്കുന്നതാണ്. സർവശക്തൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളുടെയും ഭാരങ്ങളുടെയും കാരണം എൻ്റെ ദൈവത്തിൻ്റെ കൈയുടെ പ്രത്യേകത കൊണ്ടാണെന്നാണോ? അതിനൊരു വ്യാഖ്യാനമുള്ളതാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. അതെ, ഞാൻ അത്രത്തോളം ബലഹീനനായിപ്പോയെന്നുള്ളൊരു വലിയ തിരിച്ചറിവാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം പോലും ഉൾക്കൊള്ളാൻ ദൈവത്തിൻ്റെ കൈ, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ശക്തിയുള്ളതാണ് പ്രിയമുള്ളവരെ. 10 കിലോ കൊള്ളുന്ന കവറിലേക്ക് 20 കിലോ ഇട്ടാൽ പൊട്ടിപ്പോകും. അമിതമായ ഭാരം ബലഹീനമായിട്ടുള്ളതിന് സഹിക്കാൻ പറ്റത്തില്ല. ഒരു തുറന്നു പറച്ചില്ല, ദൈവമേ നിൻ്റെ അനുഗ്രഹം, അതായത് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. ചില അനുഗ്രഹം സഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളൊക്കെയാണെങ്കിൽ ഒന്നിനു പിറകെ ഒന്നായിട്ട് എനിക്കത് കിട്ടണമെന്നും പറഞ്ഞുകൊണ്ട് ഓടി നടക്കുക. ഈ അനുഗ്രഹങ്ങൾ ഒത്തിരി അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര ഭാരമാണ് കേട്ടോ. ഈ ശാപത്തിന് മാത്രമല്ല ഭാരമുള്ളത്, ബ്ലെസ്സിങ്സും ഒരു ഭാരമാണ്. ചിലതൊന്നും നമ്മളെക്കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ, ചിലതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, ചിലതിൻ്റെ ഒന്നും പിന്നാലെ പോകാൻ പറ്റത്തില്ല. അപ്പം ദൈവത്തിൻ്റെ കൈ ഭാരമാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവശക്തിയാൽ നിറയണം. ബലഹീനതകൾ ഉപേക്ഷിക്കണം. നമ്മുടെ ജീവനെ നശിപ്പിക്കുന്ന ജഡീക ആസക്തികളിൽ നിന്ന്, ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവകൃപയാൽ നിറയപ്പെടണം. ആ ദൈവകൃപയാൽ നിങ്ങളും ഞാനും നിറയപ്പെടുമ്പോൾ, ശക്തി പ്രാപിക്കുമ്പോൾ, ബലം പ്രാപിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കൈ ഭാരമാണെന്ന് പറയത്തില്ല, എൻ്റെ ദൈവത്തിൻ്റെ കൈ സുഖദായകമാണെന്ന് പറയും. ചിലപ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ എന്നെ ഓർപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേൽ അനുഗ്രഹമാകണം, സുഖദായകമാകണം, സൗമ്യതയോടെയാകണം. ഇവിടെ ജീവിതത്തിൽ വരുന്ന വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായി തന്നെ സങ്കീർത്തനക്കാരൻ അവിടെ കാണുകയാണ്. അവൻ വെറും ശിക്ഷ എന്നുള്ളതല്ല, ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി,
ഞാൻ ഇച്ചിരൂടി ദൈവത്തോട് അടുക്കേണ്ടതായിരുന്നു. ഞാൻ കൂടുതലായി പ്രാർത്ഥിക്കണം. എൻ്റെ അസ്ഥികൾ ശക്തീകരിക്കപ്പെടണം. ക്ഷയിച്ചുപോയ അസ്ഥികൾ പ്രാർത്ഥനയിലൂടെ, മിണ്ടാൻ ആരുമില്ലെങ്കിലും ദൈവത്തോടുള്ള സംസാരത്തിലൂടെ ശക്തീകരിക്കപ്പെടണം. അന്നേരം എൻ്റെ ദൈവത്തിൻ്റെ കൈ ഭാരമാവില്ല. എൻ്റെ ശക്തി വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. വേനൽക്കാലത്തിലെ ഉഷ്ണം, ഒന്ന് ചൂടെന്ന് പറയുന്നത് പ്രത്യേകിച്ചത് മധ്യപൂർവേഷ്യൻ പശ്ചാത്തലത്തിലൂടെ പറഞ്ഞിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ചൂട് കൂടുമ്പോൾ വേനൽക്കാലത്തിലെ ഉഷ്ണം, വേനലിൻ്റെ കാഠിന്യമുണ്ട്, അതിനോട് ചേർന്ന് വരുന്ന ഉഷ്ണമുണ്ട്. പ്രത്യേകിച്ച് ഹ്യൂമിഡിറ്റിയൊക്കെ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എത്ര മഴ പെയ്താലും ഒരു ചെറിയ വേനൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഉഷ്ണമാണ്. ഹ്യൂമിഡിറ്റി ഭയങ്കരമായിട്ട് കൂടുകയാണ്. കാലാവസ്ഥയിലേക്ക് ഒരുപാട് ചേഞ്ചായി. പഴയ കാലത്ത് ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഹൈ റേഞ്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഫാൻ വേണ്ടായിരുന്നു. പല വീടുകളിലും ഫാൻ ഇല്ലായിരുന്നു. ഞാനിപ്പോഴും അത് ഓർത്തു പോകുകയാണ്. ഫാനിൻ്റെ ആവശ്യമില്ല, തണുപ്പുണ്ട് അവിടെ. പക്ഷേ ഇപ്പോഴൊക്കെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും ഫാനായി കഴിഞ്ഞു. കാരണം അവിടെയും ചൂട് കൂടിപ്പോയി. കാരണം ആഗോളതാപനം, ഗ്ലോബൽ വാർമിംഗ് അത് വർദ്ധിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും അത് കൂടി വരുന്നുണ്ട്. വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ ശക്തി വറ്റിപ്പോയി. എൻ്റെ ശക്തി വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. അതെ പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടി ഓർത്തോണം. വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ വറ്റിപ്പോകുന്നത് ചില നീരുറവുകളാകാം, ജലാശയങ്ങളാണ്. പക്ഷേ ശക്തി വറ്റിപ്പോകുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. നീരുറവ് പോലെയുള്ള നിത്യജീവൻ ആവശ്യമുള്ള ആത്മബലത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകത്തിൻ്റെ അതികഠിനമായ ചൂട്, നിരാശയുടെ ചൂട്, ഭൗതികതയുടെ ആസക്തികളുടെ ചൂട്, സ്വാർത്ഥതയുടെ ചൂട് ഇവയാൽ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ആസക്തികൾ മൂലം, ലോകത്തിൻ്റെ ബലഹീനതകൾ മൂലം, ലോകത്തിൻ്റെ ദുഷ്പ്രേരണകൾ മൂലം നമ്മിലുള്ള നന്മയുടെ ഉറവുകൾ, ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശക്തി എന്ന് പറയുന്നത് ദൈവം എൻ്റെ ശക്തിയാണ്, ബലമാണ്. അപ്പം ദൈവത്തിൻ്റെ സാക്ഷ്യവും സാന്നിധ്യവും ലോകത്തിൻ്റെ പ്രമാണങ്ങൾ കൊണ്ട്, ലോകത്തിൻ്റെ ശക്തി കൊണ്ട് വറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത്, ദൈവമേ, ഈ ലോകത്തിൻ്റെ എന്ത് പ്രേരണകൾ വന്നാലും, എത്ര പ്രതിസന്ധികൾ വന്നാലും, സർവശക്ത നിൻ്റെ നീരുറവേനിൽ നിന്ന് വറ്റിപ്പോകരുത്. അതുകൊണ്ട് തന്നെയാണ് സുറിയാനി പിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ ധനവാന്റെയും ലാസറിൻ്റെയും ഉപമയെപ്പറ്റി ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ലാസർ മരിച്ചു, സ്വർഗത്തിൽ പോയി. ധനവാൻ മരിച്ചു, പാതാളത്തിൽ പോയി. ധനവാൻ ആ പാതാളത്തിൽ കിടന്നപ്പോൾ നിലവിളിക്കുന്നു, അല്ലയോ അബ്രഹാം പിതാവേ, ആ ലാസറിനെ ഒന്ന് അയച്ചു തരണമേ. ആ ലാസറിനെ അയച്ച് അല്പം തെളിനീരെൻ്റെ നാക്കിലേക്കൊന്ന് വറ്റിക്കണമേ എന്ന് വെച്ചാൽ അവൻ അത്രമാത്രം പ്രതിസന്ധിയില്ല. ലോകത്തിൽ ജീവിച്ചപ്പോൾ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ മാത്രമാണ് ലാസറിന് കിട്ടിയത്. അത്ര ദരിദ്രനായി. ഇപ്പം പറയുകയാണ്, അവൻ പാതാളത്തിൽ പോയി വീണപ്പോൾ, ധനവാൻ വീണപ്പോൾ പറയുകയാണ്, ആ ലാസറിനെ അയച്ച് ഏതാനും ജലത്തുള്ളികൾ എന്നിലേക്കൊന്ന് വർഷിക്കണമേ. പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? യഥാർത്ഥ ജീവനീറുറവ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ ധനവാൻ ദൈവത്തിൻ്റെ സാക്ഷ്യം തന്നിൽ വഹിച്ചിരുന്നുവെങ്കിൽ വെള്ളത്തിന് വേണ്ടി യാചിക്കത്തില്ലായിരുന്നു. ആയതുപോലെ ദൈവത്തിൻ്റെ അനുഭവം, ദൈവത്തിൻ്റെ സാക്ഷ്യം, സുവിശേഷം, പ്രാർത്ഥനാനുഭവം, നന്മയുടെ അനുഭവം നമ്മളിലുണ്ടെങ്കിൽ ആ ധനവാനെ പോലെ നമ്മൾ വെള്ളത്തിന് വേണ്ടി നിലവിളിക്കത്തില്ല, യാചിക്കത്തില്ല. കാരണം ദൈവകൃപ നമ്മളോടുകൂടി ഉണ്ടല്ലോ, മാറാതുണ്ടല്ലോ. ഞാൻ നീരുറവയോട് ചേർന്നാണെങ്കിൽ എനിക്ക് നീരുറവയ്ക്ക് വേണ്ടി യാചിക്കേണ്ട. നീരുറവയിൽ നിന്ന് നമ്മൾ ഒത്തിരി മാറിപ്പോയി. രണ്ടാമത് നമ്മളിൽ കരുണയുടെ നീരുറവ് വറ്റിപ്പോയി. അതുകൊണ്ട് ആ ശക്തി വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ലോകത്തിൻ്റെ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ വർദ്ധിച്ചു വരുമ്പോൾ എന്നിലുള്ള നന്മ നഷ്ടപ്പെട്ടു പോകുന്നു. അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംബന്ധമായ ഒരു ചിന്താധാര എവിടെയുണ്ട്? ചൂട് കൂടി വരുന്നു, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു പോകുന്നു, വെള്ളമില്ലാത്ത അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. നമ്മളുടെ ശക്തിയും ബലവുമൊക്കെ ചിലതിൻ്റെയൊക്കെ സംരക്ഷണത്തിനുകൂടി ആയിരിക്കണം, ചിലതിൻ്റെയൊക്കെ ഉയർച്ചയ്ക്ക് വേണ്ടിയായിരിക്കണം.
ചിലതിൻ്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത് പോലെ ഹൃദ്യമായ രീതിയിൽ പാടിയത്. ശരണാമവൻ തരും തൻ ചിറകുകളിന്മീതെ പരിചയും പലകയുമായി പരമേനി പാരിടത്തിൽ. ശരണാമവൻ തരും തൻ ചിറകുകളിന്മീതെ പരിചയും പലകയുമായി പരമേനി പാരിടത്തിൽ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാത്തിടുമേ. തുണയെനിക്കേശുവാം കുറവിനിയില്ലതാൽ അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. നാം ഇന്ന് പ്രത്യേകിച്ച് ചിന്തിച്ചത്, ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയെന്ന ചിന്ത. വീണ്ടും ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും പ്രിയപ്പെട്ട സഹോദര, അസ്ഥി ക്ഷയിക്കത്തക്ക രീതിയിൽ പോലും, ആശ്രയമില്ലാത്ത രീതിയിൽ പോലും നിലവിളി കൊണ്ട് ഉറങ്ങാതിരിക്കുന്നുവെങ്കിൽ, ഭാരപ്പെടുന്നുവെങ്കിൽ നീ ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവനെ, എൻ്റെയും നിൻ്റെയും നൊമ്പരങ്ങളും വേദനകളും ബലഹീനതകളും ഏറ്റെടുത്തുകൊണ്ടാണ് എൻ്റെ കർത്താവ് ക്രൂശിന്മേൽ കയറിയത്. സത്യമാണ്, എൻ്റെ അസ്ഥികളൊക്കെ ഒത്തിരി ക്ഷയിച്ചു പോയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ദർശനങ്ങൾ പോലും പോയി. എൻ്റെ ദൈവം എനിക്ക് പ്രത്യാശയായിട്ടുള്ളതുകൊണ്ട്, പുരാതനായ ദൈവം നിൻ്റെ സങ്കേതം കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ആ ശാശ്വത ഭുജങ്ങളിൽ ബലമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.